ചിലർ അങ്ങനെയാണ്. മുന്നിട്ടിറങ്ങിയാൽ ചിഹ്നം വിളിക്കുന്ന ഒറ്റക്കൊമ്പന് മുന്നിൽ പോലും കൂസലില്ലാതെ നേർക്കുനേർ പോരാട്ടം നടത്താൻ പ്രാണിയുള്ളവർ. രാഷ്ട്രീയത്തിൽ അത്തരം ആളുകൾ പരിമിതമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ മനസ്സുകൊണ്ട് ഉള്ളുരുകി ആഗ്രഹിച്ച ഒരു വലിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കാൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മുന്നിട്ടിറങ്ങിയ കാഴ്ച കേരളക്കര ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ യുവതിയെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് ആഞ്ഞു തള്ളുന്ന ലഹരി എന്ന മാരക രോഗത്തെ തുടച്ചു നീക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുന്നിട്ടിറങ്ങുമ്പോൾ കൈയടിക്കാം നമുക്ക്. ഒപ്പം തോളോട് തോൾ ചേർന്ന് അദ്ദേഹത്തിനൊപ്പം നിൽക്കാം. കേരളം ഇത്രയും വലിയ ലഹരി ഭീതിയിൽ കഴിയുമ്പോഴും പ്രഹസനങ്ങളിൽ ഒതുങ്ങുന്ന പ്രസ്താവനകൾ മാത്രമായി ഭരണകൂടം നോക്കി നിൽക്കുമ്പോൾ രമേശ് ചെന്നിത്തലയെ പോലെ ആർജവമുള്ള നേതാക്കൾ ശക്തമായി ഇതിനെതിരെ രംഗത്ത് വരുന്നത് നമുക്ക് ഊർജം നൽകുന്ന ഒരു വസ്തുതയാണ്. പണ്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കൊള്ളപ്പലിശകൾക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോയി ഒരുപാട് സാധാരണക്കാരുടെ കണ്ണീരൊപ്പി ആശ്വാസമായത് നാം കണ്ടതാണ്. ആ ആർജവം ഇന്നും ഈ ലഹരി വിരുദ്ധ സമരത്തിൽ കാണാൻ സാധിക്കുന്നു. കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ ഒരു സന്ദേശവുമായി പ്രൗഡ് കേരള എത്തുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ ഹോസ്റ്റലിൽ നടന്നത് വന്യമൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന ക്രൂരതയാണ്. വിദ്യാർത്ഥികളോട് ഇവർ റാഗിംഗ് എന്ന പേരിൽ ചെയ്തത് ചങ്ക് തകർക്കുന്ന ക്രൂരതകളാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല. മനുഷ്യത്വം നഷ്ടപ്പെട്ട് മൃഗതുല്യരായി മാറുകയാണ് ഒരു വിഭാഗം. എന്നിട്ട് ക്രൂരതകളുടെ വീഡിയോ എടുത്ത് രസിക്കുന്നു. CPM അനുകൂല വിദ്യാർത്ഥി സംഘടനകളുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമാണ് ക്രൂരമായ റാഗിങ്ങിന് അറസ്റ്റിലായിരിക്കുന്നത്. CPMന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളായി മനുഷ്യത്വം മരവിച്ചവരെയാണ് കൊണ്ടുവരുന്നതെന്ന് പറയേണ്ടി വരും ഇത്തരം സംഭവങ്ങളൊക്കെ കാണുമ്പോൾ. ഇവരൊക്കെ നാളെ നാടിനെ നയിക്കാൻ തുടങ്ങിയാലുള്ള അവസ്ഥ ഊഹിക്കാൻ പോലും സാധിക്കുന്നതല്ല. വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി റാഗ് ചെയ്ത് SFI ഗുണ്ടാ സംഘം കൊന്നുകളഞ്ഞതിന്റെ ചോരി ഉണങ്ങും മുമ്പാണ് മറ്റൊരു CPM വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് സമാനമായ സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ വീണ്ടും വിദ്യാർത്ഥികൾ മരിച്ചു വീണനെ. ഈ ക്രൂരന്മാരായ കുറ്റവാളികളെ വെറുതെ വിടാൻ പാടില്ല. ഇവർക്ക് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ നൽകേണ്ടതുണ്ട്. സംസ്ഥാനത്തെ വിവിധ ക്യാമ്പസുകളിൽ റാഗിങ്ങിനെതിരെ ശക്തമായ നീക്കം നടത്തേണ്ടതുണ്ട്. അതിന് പിണറായി വിജയന്റെ ഭരണത്തിൽ ഒരു ചുക്കും സംഭവിക്കില്ല. ഭരണം മാറണം. രമേശ് ചെന്നിത്തലയെ പോലുള്ളവർ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിലയുറപ്പിക്കണം. അന്ന് നമുക്ക് പ്രത്യാശിക്കാം ലഹരി ഇവിടെ തുടച്ചു നീക്കപ്പെടും.